നാളെ ഇതൊക്കെ നീ വെട്ടിപ്പിടിച്ചതും നീ അപഹരിച്ചതുമൊക്കെ ആയിട്ട് നാളെ പടച്ചിറപ്പിന്റെ ദർബാറിലേക്ക് വരൂലേ? എന്താ ഇവിടെ ഏറ്റവും വലിയ വിവാദമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഹലാൽ എന്ന് പറയുന്ന വിഷയം എന്താണത്? ഇത് പറയാതെ പോകുന്നത് എങ്ങനെ? ഇവിടെ 4 ദിവസം മതപ്രഭാഷണം നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചിത്തുമൂലയിലുള്ള മണ്ണിൽ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് പ്രിയപ്പെട്ട വിശ്വാസികൾ പഠിച്ചിരിക്കണം എന്താണ് ഹലാൽ, എന്താണ് ഹറാം. ഇസ്ലാം മതത്തിൽ ഹലാൽ ഹറാം എന്ന പദം ഭക്ഷണത്തിൽ മാത്രമല്ല പഠിച്ചിരിക്കണം. നമ്മൾ ഭക്ഷണത്തിൽ മാത്രമുള്ള ഒരു കേവലം വാക്കല്ല. അനുവദനീയമായത് ഹലാൽ, ഹറാം നിഷിദ്ധമായത്, പാടില്ലാത്തത് നമുക്കത് എടുക്കാൻ പാടില്ല. മറ്റൊരാളുടേതാകുന്ന സ്വത്ത് കളവ് ചെയ്തു കൊണ്ടുവന്നാലും അപഹരിച്ചു കൊണ്ടുവന്നാലും അവനെ കൊലപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നാലും ആ സ്വത്ത് നിനക്കെടുക്കാൻ പാടില്ല. അത് ഭക്ഷണമാകട്ടെ, അത് സ്വത്താകട്ടെ, അത് വസ്ത്രമാകട്ടെ, അത് ഭൂമിയായിക്കോട്ടെ, അത് കാറാകട്ടെ, അത് വീടാകട്ടെ, എന്തായിരുന്നാലും നിനക്കെടുക്കാൻ പാടില്ല. അത് ഹറാമാണ്, നിഷിദ്ധമാണ്. അല്ലാതെ ഫുഡ് മാത്രമല്ല, ഭക്ഷണത്തിൽ മാത്രമല്ല. ഭക്ഷണത്തിൽ നമ്മൾ മുഅ്മിനായ മനുഷ്യൻ, മുസ്ലിമായ വ്യക്തി, അവൻ അറവ് നടത്തുന്നു, ബിസ്മി ചൊല്ലി അറക്കുന്നു. നമ്മൾ അങ്ങനെയാണ് അറവിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്. എന്നാൽ പന്നി മാംസം നമുക്ക് നിഷിദ്ധമാണ്. ഒരു മുസ്ലിം അറക്കൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അറക്കൽ കൊണ്ടോ അവൻ ബിസ്മി ചൊല്ലൽ കൊണ്ടോ മാത്രമാണ് ഹലാലിനെ ചില ആളുകൾ വിവക്ഷിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. അങ്ങനെയാണോ? അത് മാത്രമല്ല ഹലാൽ. മറിച്ച് ഇപ്പൊ പന്നി മാംസം മുസ്ലിമിന് ഹറാമാണ്, നിഷിദ്ധമാണ്. പന്നി മാംസം ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു പന്നിയെ അറുത്തു, ബിസ്മി ചൊല്ലിയാണ് അറുത്തത്. നമുക്ക് കഴിക്കാൻ പറ്റുമോ മുഅ്മിനീങ്ങളെ? പാടില്ല. എന്തുകൊണ്ട്? പന്നി മാംസം നമുക്കത് നിഷിദ്ധമാണ്. അറവ് നടത്തിയത് മുഅ്മിനായിക്കോട്ടെ, അവൻ ബിസ്മി ചൊല്ലി അറുത്താലും നമുക്കത് നിഷിദ്ധമാണ്. അവൻ ബിസ്മി ചൊല്ലി അറക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ മുഅ്മിൻ അറക്കുക എന്നുള്ളതോ അല്ല ഹലാലിന്റെ വിവക്ഷ എന്ന് മനസ്സിലാക്കിയിരിക്കണം ഈ ഉമ്മത്ത്. ചർച്ചകൾക്ക് ഒന്നും തന്നെ കിട്ടാതെ വരുമ്പോ മുസ്ലിമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ചോര കുടിക്കുന്നതാകുന്ന ചാനലുകൾ, അന്തിച്ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നതാകുന്ന ചാനലിന്റെ വക്താക്കൾ നല്ലതുപോലെ പഠിച്ചു വെക്കിൻ. നിങ്ങൾ ചാനലുകൾ ചർച്ച ചെയ്തുകൊണ്ട് ഘോരഘോരം പ്രഭാഷണം നടത്തിയതുകൊണ്ടോ വൈകുന്നേരത്തെ അന്തിച്ചർച്ചകൾ ഹലാലിന്റെ ഫുഡ് പറഞ്ഞിട്ട് ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ മേൽ കുതിര കയറിയത് കൊണ്ടോ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ ചവറ്റുകുട്ടയിലേക്ക്, അറബിക്കടലിന്റെ ആഴിയിലേക്ക് ഞങ്ങൾ പരിപൂർണമായി എല്ലാ അവജ്ഞയോടുകൂടിയും തള്ളിക്കളയുമെന്നുള്ള വസ്തുത ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ്. ഞങ്ങൾ ആരും അതിനെ ഒരിക്കലും തന്നെ ഏറ്റെടുക്കൂല. ആ വാക്കിനെ ഞങ്ങൾ ഒരിക്കലും തന്നെ ഏറ്റെടുക്കൂല. അങ്ങനെയുള്ള ചാനൽ ചർച്ചകൾ ചേർന്നിട്ട് ഇതൊക്കെയാണ് ചർച്ച, ഇതൊക്കെയാണ് ദീന് എന്നാരും നിങ്ങൾ മനസ്സിലാക്കി പോകണ്ട. യഥാർത്ഥ ദീൻ നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം, മനസ്സിലാക്കണം. ഇന്നത്തെ തലമുറ അറിയണം. നിന്റെ വീട്ടിലേക്ക് നിന്റെ വാപ്പ കൊണ്ടുവരുന്ന ഭക്ഷണം അത് അന്യന്റെ അപഹരിച്ചിട്ട് ഒരു കളവ് പൊതിയാണ് എങ്കിൽ അത് നിഷിദ്ധമാണ്. അത് പള്ളിയിലെ റാത്തീബ് ഓതിയതിന്റെ ഒരു ചീരണിയാണ്. പക്ഷെ വാപ്പാക്ക് ഒന്നു കൊടുത്ത് എന്നിട്ട് വാപ്പ അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നിട്ട് അത് കിട്ടിയില്ല കേട്ടോ, ഒരെണ്ണോടെ തന്നിട്ട് അത് വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഹൈവാനെ നീ അടിച്ചാലും ഹറാമാണ്. അതിനായി ഹറാം എന്ന് പറഞ്ഞു. അത് മൗലിദിന്റെ ചീരണി ആയതുകൊണ്ടല്ല, അത് മൗലിദിന്റെ ചീരണി ആയതുകൊണ്ടല്ല, അത് നേർച്ചയുടെ ചീരണി ആയതുകൊണ്ടല്ല. പിന്നെന്താണ്? നിന്റെ വാപ്പയ്ക്ക് അനുവദിക്കപ്പെടാത്ത ഭാഗത്തിലൂടെ വാപ്പാക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, കളവ് പറഞ്ഞുകൊണ്ട് നീ വാങ്ങുന്നതായ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള ഹലാലായ ഫുഡാണെങ്കിൽ പോലും രണ്ടാമത് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോ നീ ഒന്നില്ലെങ്കിൽ പറയണം എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അതിന്റെ ആവശ്യം ഉന്നയിച്ചിട്ട് കൊണ്ടുപോയാൽ മാത്രമേ അത് നിനക്ക് ഹലാലാകൂ എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. ഇത് നമ്മുടെ ഉമ്മത്ത് പഠിക്കണം. ഇത് വൈകിട്ട് റമദാൻ 27 കഴിഞ്ഞ് പൊതി കിട്ടുകയാണ്. ഒന്ന് വാങ്ങിച്ച് രണ്ടാമത്തെ വാങ്ങാൻ, മൂന്നാമത്തെ വന്നിട്ട് പറയാണ് സൈക്കിളെ അങ്ങോട്ട് പോകുമ്പോൾ പൊതി താഴെ വീണ് മൊത്തം നിലത്ത് വീണ് മണ്ണ് പറ്റിപ്പോയി ഉസ്താദെ പൊതി പറഞ്ഞ കൂടെ കിട്ടിയാൽ. പെരുന്നാൾ വരെ അപ്പച്ചമ്പി കയറ്റി ആവി കയറ്റി കഴിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇനി അങ്ങോട്ട് അടുത്ത ദിവസം ഒന്നും ഉണ്ടാക്കണ്ടല്ലോ, റാഹത്തായി വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ട് പോവുക. ഇതൊക്കെ എങ്ങനെ ഹലാലാകും? പിന്നെ എങ്ങനെ ക്യാൻസർ വരാതിരിക്കും? നമ്മളെന്തിനാണ് ഈ മോശമായ സംസ്കാരത്തിന് മുസ്ലിം സഹോദരൻ നിലകൊള്ളുന്നത്? ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്, നടക്കാത്തതല്ല ഈ പറയുന്നത്. കളവ് പറഞ്ഞിട്ട് സാധനങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങുക, കക്കുക. ഒരു മിനിറ്റ് കിട്ടിയാൽ മുതലാളിയെ എങ്ങനെയെങ്കിലും കബളിപ്പിച്ചിട്ടാണെങ്കിലും
അവന് കളവ് നടത്തുക. CCTV ക്യാമറ ഉണ്ടാക്കിയ ആളുകൾ വരെ സമൂഹത്തിലില്ലേ? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാണ് 10ാം ക്ലാസ്സും ഗുസ്തിയും ഇവിടെ നാട്ടിൽ നേരെ വിദ്യാഭ്യാസമില്ലാത്ത ആളുകളൊക്കെ ഗൾഫിൽ പോയിട്ട് 5 കൊല്ലം കൊണ്ട് നാട്ടിൽ വന്നിട്ട് വലിയ വീട് കയറ്റിയ ആളുകൾ എങ്ങനെയാണ്? ഇതൊക്കെ പറയാൻ ഇവിടെ ആള് വേണ്ടേ? നിങ്ങൾ എന്നെ എന്ത് തെറ്റിദ്ധരിച്ചാലും എന്ത് ചീത്ത പറഞ്ഞാലും പറയാനുള്ള ദീനിന്റെ വിഷയം ആർജവത്തോടുകൂടി പറയും. അതിനെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. 10ാം ക്ലാസ്സും ഗുസ്തിയും തോറ്റിട്ട് നടന്നവൻ ഇവിടെയുള്ള ഡോക്ടർമാർക്കും ഇവിടെയുള്ള എഞ്ചിനീയർക്കും കിട്ടുന്ന സൗഭാഗ്യങ്ങളെക്കാൾ അമ്പരചുംബികളായ മണിമേഖല വെക്കാൻ ഇവൻ എവിടുന്ന് സമ്പത്ത് കിട്ടി? എന്താ ഇത്ര വലിയ ഉദ്യോഗം അവന് കിട്ടിയ? പോയിട്ട് 3 കൊല്ലമായിട്ടുള്ളൂ. നാട്ടിലേക്ക് വന്നിട്ട് ഭയങ്കര ഫ്ലാറ്റ് പണിയാണ്. എന്താ സംഭവം? അറബി അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അടിച്ചു മാറ്റല് ഫുള്ള്. ഇല്ലെങ്കിൽ ചെയ്യുന്ന ബിസിനസ്സിൽ കൃത്രിമത്വം കാണിച്ച്. ഇതൊക്കെ ഹലാലാകുമോ മുഅ്മിനേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന മക്കളെ പശിപ്പിച്ചാല് ആ മക്കള് സാലിഹായി തീരുവോ? നമുക്ക് ഇത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ സാലിഹത്താകണം. നാളെ എന്റെ ഖബറിന്റെ ചാരത്ത് വന്നുകൊണ്ട് നിലകൊള്ളുന്ന കരുനാഗപ്പള്ളിയിൽ 1 സെന്റിന് 10 ലക്ഷം രൂപയാണെന്ന് ഉമ്മാക്കുണ്ടോ അറിയുന്നു? ഈ പാവം പിടിച്ചാൽ അവിടെ പോയിട്ട് ഗൾഫിൽ പോയി 5 കൊല്ലം കൊണ്ട് അവനുണ്ടാക്കിയ പൈസ കൊണ്ട് വീട്ടിലെ ചെലവ്, മക്കളുടെ വിദ്യാഭ്യാസ ചെലവ്, പാപ്പയുടെയും ഉമ്മയുടെയും ഹോസ്പിറ്റലിലെ ചെലവൊക്കെ കഴിച്ചിട്ട് മിച്ചം പിടിച്ചു വരികയാണ്. അപ്പൊ അവനോട് പറയാൻ, നീ ഒരു 10 സെന്റ് ഭൂമി വാങ്ങിച്ചില്ല. അവൻ 1 ഏക്കർ ഭൂമി വാങ്ങിച്ച് അവൻ പുത്തൻതെരുവ് ടൗണിൽ തന്നെ നല്ല ഒരു ബിൽഡിംഗ് ഇപ്പോൾ പണിയുന്നുണ്ട്. അവന് നല്ല കാശ. അവൻ 5 കൊല്ലം പോയിട്ടുള്ളൂ. നീ 10 കൊല്ലമായിട്ട് 1 സെന്റ് ഭൂമി പോലും വാങ്ങിച്ചില്ല. ഉമ്മ എണ്ണ ഒഴിക്കാൻ, ഭാര്യ അതിനൊപ്പിച്ച് കൂടുതൽ വർത്തമാനം പറയാൻ. അപ്പൊ ഇവന്റെ മനസ്സിൽ എന്താവും ചിന്ത? ഞാൻ ഇപ്പം നിൽക്കുന്ന ജോലി അത്ര റാഹത്തില്ല, ഇതിൽ നിന്ന ഈ പറഞ്ഞ രീതിക്ക് കിട്ടൂല. പാപ്പായും ഉമ്മായും ഒക്കെ സ്ട്രെസ് കൊടുക്കാൻ, മാനസികമായി പിരിമുറുക്കം കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ അവൻ കക്കാൻ വേണ്ടി തുനിയാണ്. ഇല്ലെങ്കിൽ ഹറാമിലൂടെ സമ്പാദിക്കാൻ അവൻ നിർബന്ധിതനാവുകയാണ്. ഇത് ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. ഇങ്ങനെ വീട്ടിൽ നിന്ന് നിർബന്ധം ചെലുത്താൻ അയൽപക്കക്കാരെ ചൂണ്ടി, ഇല്ലെങ്കിൽ കൊച്ചാപ്പ മൂത്താപ്പ എളാപ്പയുടെ മക്കളെ ചൂണ്ടി, അവൻ പോയി നിന്നേക്കാൾ അനിയന, കുറഞ്ഞ കാലം കൊണ്ട് അവൻ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി. ഇതൊക്കെയാ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കാൻ. ഇങ്ങനെയാണോ നിങ്ങൾ മക്കളെ സംസ്കരിക്കുന്നത്? നിന്റെ മകന് ദീനി വിദ്യാഭ്യാസമുണ്ട്, അവൻ അന്യന്റെ മുതൽ ആഗ്രഹിക്കാതെ മാന്യമായ ഹലാലായ ഭക്ഷണം കൊണ്ടുവരുമ്പോ ബിസ്മി ചൊല്ലിക്കൊണ്ട്, എന്റെ പൊന്നുമോനെ നമുക്ക് പട്ടിണിയില്ലാതെ പടച്ചറബ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നല്ലോ, നീ ഇത് തന്നെ ജോലിയിൽ തന്നെ ഉറച്ചു നിൽക്കണേ, നിനക്ക് എല്ലാവിധ ബറക്കത്തും അല്ലാഹു നൽകട്ടെ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട മകന് വേണ്ടി തലയ്ക്ക് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ഉമ്മ ആ പ്രിയപ്പെട്ട മകനെ മോശമായ ഭക്ഷണം കഴിക്കാനും മോശമായ തലത്തിലേക്ക് ജോലി തേടാനും വേണ്ടി നിർബന്ധിച്ച് അവൻ മോശമായ രീതിയിൽ കട്ടുകൊണ്ടുവന്നുകൊണ്ട് മനോഹരമായ വീട്ടിൽ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ആസ്വാദനമായി തോന്നുന്നുണ്ട് എങ്കിൽ മരണത്തെ നിങ്ങൾ കൊതിച്ചോ. ഖബറിൽ നിങ്ങൾക്ക് ഭീകരമായ ശിക്ഷയാണ്. നരകവുമായി ഏറ്റവും ബന്ധപ്പെട്ടവർ അവരാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ലോകത്ത് മാത്രം ജീവിക്കേണ്ടവരല്ല, നമുക്ക് ഇനിയും ലോകങ്ങളുണ്ട്. ഇത് നമ്മുടെ 2ാമത്തെ ഘട്ട ജീവിതമാണ്. ആലമുദ്ദുന്യയാണ് ഇഹലോക ജീവിതം. ഒരു ലോകം നമുക്ക് കഴിഞ്ഞു, ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം. അവിടെ നിന്ന് നമ്മളിപ്പോൾ 2ാം ഘട്ട ജീവിതത്തിലാണ്. ഇനി 3ാം ഘട്ട ജീവിതത്തിലേക്ക് നമ്മൾ പോവാൻ. ഏതാണത്? ആലമുൽ ബർസഖ്, ഖബർ എന്ന ഭയാനകമായ ലോകം. അവിടേക്ക് നമ്മൾ പോകാൻ എത്തിയിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. മരണത്തോടുകൂടി അവിടേക്ക് എത്തിപ്പെടും. അവിടെ നിന്ന് ആലമുൽ ഹശ്റിലേക്ക്, മഹ്ശറയിലേക്ക് നമുക്ക് എത്തണം. 4ാം ഘട്ട ജീവിതത്തിലേക്ക് എത്തണം. അവിടെയും നിൽക്കുന്നില്ല, അവിടെയും വിചാരണ കഴിഞ്ഞ് അൽ ജന്നത്തു അവിന്നാർ. ഈ ദുന്യാവാകുന്ന 2ാം ഘട്ട ജീവിതത്തിൽ സുഹൃതം ചെയ്തവൻ, നന്മ ചെയ്തവൻ, നിസ്കരിച്ചവൻ, നോമ്പ് നോറ്റവൻ, സകാത്ത് കൊടുത്തവൻ, ഹജ്ജ് ചെയ്തവൻ, പാവങ്ങളുടെ കണ്ണീരപ്പിയവൻ, നിരാലംബരം കവലംബമായവൻ, നിരാശരർക്ക് ആശയത്വം കൊടുത്തവൻ, എല്ലാവർക്കും വളരെ സ്നേഹസമസ്രണമാകുന്ന പെരുമാറ്റത്തിലൂടെ എല്ലാവരെയും കൈയടക്കിയ ജീവിതം കഴിച്ചവൻ, അവന് അൽ ജന്ന, അവന് സ്വർഗം. 5ാം ഘട്ട ജീവിതം അവിടെയാണ്. അതാണ് ശാശ്വതികത്വം. അതുവരെ നമ്മൾ യാത്രയിലാണ്. ഇവിടെ കള്ളുകുടിച്ചും രസിച്ചും രമിച്ചും വ്യഭിചരിച്ചും സിനിമ കണ്ടും സീരിയൽ ദർശിച്ചും മോശപ്പെട്ട വീഡിയോസൊക്കെ കണ്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും രാത്രിയുടെ യാമങ്ങളെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പരസ്പരം സംസാരിക്കാനുള്ള വകയൊഴുക്കിയും ഒളിച്ചോട്ടത്തിന് വേണ്ടി നിലകൊള്ളുകയും ഒക്കെ ചെയ്ത സഹോദരിമാരുണ്ട് എങ്കിൽ അന്നാർ,
കത്തിജ്വലിക്കുന്ന നരകം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതം നമ്മൾ പഠിക്കണം. ബക്കറ്റ് വരുമെന്ന് കൊണ്ടുവന്നോളി. ബക്കറ്റില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. 2 പേരെയാണ് ഇൻഷാ അള്ളാഹ് നമ്മുടെ ഗെയിൻസിൻ്റെ പ്രവർത്തകർ വിവാഹം ചെയ്തയക്കുന്നത്. ഒന്ന് കൃപാകൃഷ്ണൻ, മറ്റൊന്ന് നൗഫിയ എന്നൊരു സഹോദരി. അള്ളാഹു 2 പേർക്കും നല്ല ജീവിതം അള്ളാഹു സാധ്യമാക്കുമാറാവട്ടെ. 5 പവനാണ് കൊടുക്കുന്നത്. മാഷാ അള്ളാഹ്. അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. 29-ാം തീയതി അല്ലേ, അന്നാണ് നിക്കാഹ്. അതെ, 25 പേർക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നുണ്ട്. എത്രയോ നന്മകളാണ് മാഷാ അള്ളാഹ് ചെയ്യുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അള്ളാഹ് നമ്മുടെ മജ്‌ലിസിലുള്ള മുഴുവൻ ആളുകളും നല്ലൊരു സദഖ, നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് കൊടുക്കണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ സദഖകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് നമുക്കെല്ലാവർക്കും വിജയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സിൽ നിലകൊള്ളുന്ന 5 പവൻ വീതാ കിടക്കുന്നത്. നമ്മുടെ കരുനാഗപ്പള്ളി ദേശത്തുള്ള ഒരാൾ വിചാരിച്ചാൽ ഓരോ മക്കളുടെ വിവാഹത്തോടൊപ്പം തന്നെ ഓരോ പെൺകുട്ടിയെ കെട്ടിച്ചയക്കാൻ സാധിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമുക്കിടയിൽ. മാഷാ അള്ളാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഉറക്കാമീൻ പറയും. നിങ്ങളെന്താ ആമീനില്ലാത്ത? ഉറക്കാമീൻ പറയുന്നത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ബക്കറ്റ് ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ അടുക്കൽ വരുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിലുള്ള സഹകരണം, എല്ലാവരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞാൻ വേഗം നിർത്തും. ഇനി ഒരു 15 മിനിറ്റ് കൂടി ഉള്ളൂ ഞാൻ പറഞ്ഞ സമയത്തിലേക്ക് ഇൻഷാ അല്ലാഹ്. അതിനിടയിൽ വേറെ വർത്താനമില്ല, അതുകൊണ്ടാണ് വാഴ മാത്രം പറഞ്ഞു പോകുന്നത്. നല്ലതുപോലെ ശ്രദ്ധിക്കണേ. എല്ലാവരും സദഖ കൊടുക്കുന്നവർ, നിങ്ങളിലുള്ള 1 ഗ്രാം ആയിരുന്നാലും ഇൻഷാ അല്ലാഹ് കൊടുക്കാൻ തയ്യാറാകുന്ന സഹോദര സഹോദരിമാർ വേഗം ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ സംഘാടകരുടെ സമിതിയിലേക്ക് എത്തിക്കണം. ആയിരങ്ങൾ ഈ മജ്‌ലിസിലുണ്ട്. അവരുടെയൊക്കെ ആമീന് നിങ്ങളെല്ലാവരും ഭാഗവാക്കാകും. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സാധാരണ ഒരു വാഴ നടത്തി പിരിയുന്നതിനപ്പുറം ഇതിനൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ സൂചിപ്പിച്ചത്. അള്ളാഹു ഗെയിൻസിൻ്റെ പ്രവർത്തകരെല്ലാവരെയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഉറക്കാമീൻ പറയും. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. എല്ലാ നിയ്യത്തുകളും നീ സാധൂകരിച്ച് നൽകണേ അല്ലാ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. പാരത്രിക ലോകത്ത് വിജയം പ്രാപിക്കാൻ ഈ സദഖയിലൂടെ തൗഫീഖ് നൽകണേ അല്ലാ. ഒരുപാട് ഖൈറായ നല്ല ലക്ഷ്യത്തോടുകൂടിയാണ് ഈ സംഘാടകർ നിലകൊള്ളുന്നത്. പാവപ്പെട്ടതാകുന്ന സഹോദരിമാർക്ക് വിവാഹധന സഹായമാണ് അവരുടെ ലക്ഷ്യം. അള്ളാഹുവേ, ആരെല്ലാം ഇതിന് സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പിന്തുണ വെക്കുന്നവരുണ്ടോ, ബക്കറ്റിൽ നല്ല തുകകൾ നിക്ഷേപിക്കുന്നവരുണ്ടോ, ഞങ്ങളാൽ കഴിയുന്നത് ഉസ്താദേ 1 ഗ്രാമാണ്, 2 ഗ്രാമാണ്, 1/2 ഗ്രാമാണെന്നൊക്കെ പറഞ്ഞ് നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഇതിലേക്ക് സംഭാവനകൾ നൽകുന്നവരുണ്ടോ, അവരുടെ എല്ലാവരുടെയും സംഭാവനകൾ നീ സ്വീകരിക്കണേ അല്ലാ. ബാക്കി വെച്ചതിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. നിഅമത്തുകളെല്ലാം നിലനിർത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ തെറ്റിലേക്ക് പോവില്ല. നമ്മുടെ ഏറ്റവും വലിയ ക്യാമറയും അത് തന്നെയാണ്, അള്ളയാണ്. ഇന്ന ലബ്ബക ലബിൽ മുർസാദ്. തീർന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, രണ്ടാമത്തെ ക്യാമറ ഏതെന്നറിയുമോ? റഖീബ് അതീദ് അലൈഹിമുസ്സലാം. 2 മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വേണ്ടി എപ്പോഴും ജാഗ്രതയോടുകൂടി നിലകൊള്ളുകയാണ്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, അവന്റെ വലത്തും ഇടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മലക്കുകളെ സംവിധാനിച്ചുണ്ടത്രേ. റഖീബ് അതീദ് അലൈഹിമുസ്സലാമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. മാ യൽഫിളു മിൻ ഖൗൽ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യാമാനവാ, നീ നാവ് കൊണ്ട് എന്ത് ഉച്ചരിച്ചാലും അത് രേഖപ്പെടുത്തുന്നവരാണ് അവരെന്ന് വിശുദ്ധമായ ഖുർആൻ. നീ എത്ര ഫനാ പറഞ്ഞവനാണ്, നീ എത്ര ഫസാദുകൾ ഏർപ്പെട്ടവനാണ്. പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നവർ തന്നെ നമസ്കാരത്തിന് മുമ്പും നമസ്കാരത്തിന് ശേഷവും പള്ളിയുടെ മുറ്റത്ത് വെച്ചുകൊണ്ട് മോശമായ സംസാരങ്ങൾ നടത്തുന്നവരല്ലേ. പള്ളിയുടെ അകത്തളത്തിൽ പോലും ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നവരല്ലേ. മോശപ്പെട്ട സംസ്കാരം നിന്റെ ജീവിതത്തിൽ നിന്ന് എവിടുന്നാണ് കടന്നുകൂടിയത്? ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ഉപ്പ, പാടില്ല പാടില്ല. വൈകുന്നേര സമയത്ത് പ്രിയപ്പെട്ട ഉമ്മമാരെ അന്യരുടെ അരമതിലിൽ ചാരി നിന്നുകൊണ്ട് അയൽവാസികളുമായി സൊറ പറഞ്ഞുകൊണ്ട് വർത്തമാനം പറഞ്ഞ് നിന്റെ ഈമാനിന്റെ പ്രഭയെ നീ നഷ്ടപ്പെടുത്തി കളയരുതേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു ജനാസ കൊണ്ടുവരപ്പെടുകയാണ്. ഹബീബായ നബി തങ്ങളോട് കൂട്ടുകാർ പറയുകയാണ്, പുഞ്ചിരിച്ചു കിടക്കുന്ന ജനാസ തങ്ങൾ കണ്ടില്ലേ? അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്. ഈ മനുഷ്യന് സ്വർഗാവകാശിയാണ് എന്ന് ഇദ്ദേഹത്തിന്റെ കുടുംബക്കാർക്കൊന്ന് അറിയിച്ചു കൊടുക്ക റസൂലേ, അവരൊന്ന് സന്തോഷിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് പറഞ്ഞപ്പോൾ പുഞ്ചിരിച്ചു കിടക്കുന്ന ജനാസക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് സ്വഹാബി വര്യന്റെ മുന്നിൽ വെച്ചുകൊണ്ട് റസൂലുള്ള പറയുകയാണ്, ലാ യാ സ്വഹാബാ, ഇല്ല സ്വഹാബാ. പുഞ്ചിരിച്ച് കിടക്കുന്നത് കാരണമായിട്ട് ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടൂല സ്വഹാബാ. ഇന്നഹു, ഇദ്ദേഹം ജീവിതത്തിൽ മോശമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടാകാം, ഏതെങ്കിലും അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടാകാം സ്വഹാബാ. ആരെങ്കിലും കുറിച്ച് ഫനായും ഫസാദും ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കാതെ എങ്ങനെയാണ് ഇദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന് ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മരിക്കണ്ടേ പ്രിയപ്പെട്ട മുസ്ലിമേ, കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ അധ്യാപനം നമ്മുടെ ഹൃദയത്തിൽ തറയ്ക്കേണ്ട വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനമാണ്, ലമ്മാ മറ ബിഖൗമിൻ. മോശത്തരം എഴുതുന്നവരില്ലയോ, ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുന്നവരില്ലയോ, വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നവരില്ലയോ, തന്റെ പ്രിയപ്പെട്ട കുടുംബാദികൾക്ക് മോശപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തയ്യാറെടുക്കുന്നവരില്ലയോ, മറ്റൊരുത്തന്റെ പേജിൽ കയറിക്കൊണ്ട് അനാവശ്യ കമന്റുകൾ എഴുതിവിടാൻ മടിയില്ലാത്ത, ഉളുപ്പില്ലാത്ത, നാണമില്ലാത്ത ചെറുപ്പക്കാരില്ലയോ? ആരാണ് ചെറുപ്പക്കാരാ നിനക്ക് അധികാരം നൽകിയത്? അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനെ നീ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ, ജീവിക്കണേ. നീ നിന്റെ നാവ് കൊണ്ട് ഫനാ പറഞ്ഞു, അയൽവാസിയെ ചീത്ത വിളിച്ചു, കൂട്ടുകാരനെ കുറിച്ച് ഫനാ പറഞ്ഞു, നാട്ടുകാരെ കുറിച്ച് ഫനാ പറഞ്ഞു, സമൂഹത്തിലുള്ളവരെ ഒറ്റപ്പെടുത്തി, സമുദായത്തിലുള്ളവരെ കുറിച്ച് ഫനാ പറഞ്ഞു. എല്ലാവരെയും ഒറ്റപ്പെടുത്തിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകുമെന്ന് നീ കരുതുന്നുണ്ടോ പെങ്ങളെ? നീ കരുതുന്നുണ്ടോ ചെറുപ്പക്കാരാ? മായൽ ഫിളുമിൻ ഖൗൽ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നീ ഉച്ചരിക്കുന്നതാകുന്ന ഏത് കാര്യങ്ങളും പരിപൂർണമായി രേഖപ്പെടുത്താൻ റഖീബ് അതീദ് അലൈഹിമുസ്സലാം രണ്ട് മലക്കുകൾ റെഡിയാണ് എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊണ്ട് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്.
മനസ്സിലാക്കണ ഈ ഉമ്മത്ത്. മൂന്നാമത്തെ ക്യാമറ, വേഗം പറയാൻ, മൂന്നാമത്തെ ക്യാമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ മലക്കുകളെ തന്നെ റൊട്ടേറ്റ് ചെയ്യപ്പെടുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹിക്ക് ഒരു വിഭാഗം മലക്കുകൾ വരും നമ്മുടെ നന്മ തിന്മകളെ രേഖപ്പെടുത്താൻ. ഇതൊക്കെ പഠിച്ചു വെക്കണം. അവർ സുബഹി മുതൽക്ക് അസർ വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തും. സുബഹിക്ക് ജമാഅത്തിനുണ്ടാവും, പള്ളിയിൽ പോകുന്നവനോട് അവനോടൊപ്പം നിസ്കരിക്കും. എന്നിട്ട് സുബഹി മുതൽ അസർ വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തും. അസറാകുമ്പോ അടുത്ത ഒരു വിഭാഗം മലക്കുകൾ വരും. അവരും സുബഹിക്ക് വന്ന മലക്കുകളോട് നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അസർ ജമാഅത്തായി നിസ്കരിക്കും. ഹദീസാൻ സയ്യിദുനാ റസൂലുള്ളാഹി. അസർ കഴിയുമ്പോൾ സുബഹി മുതൽ അസർ വരെ നിലകൊണ്ട നന്മ തിന്മകൾ രേഖപ്പെടുത്തിയവർ അവരുടെ റെക്കോർഡ് മുഴുവൻ ഇവർക്ക് കൈമാറും. അടുത്ത ടീമാ പിന്നെ എഴുതാൻ തുടങ്ങുന്നത്. നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്താൻ നീ അറിയാതെ നീ അധികരിച്ച ക്യാമറ, ഒന്നല്ല ഒരുപാട് ക്യാമറ, അതിൻ്റെ എണ്ണം പറഞ്ഞിട്ടില്ല സയ്യിദുനാ റസൂലുള്ളാഹി. ഏറ്റവും വലിയ ക്യാമറ അല്ലാഹു, അതിനെ മറച്ചൊന്നും പറ്റൂല. രണ്ട്, നിന്നോടൊപ്പം എപ്പോഴും ആരുണ്ട്? റഖീബ് അതീദുണ്ട് അലൈഹിം വസ്സലാം. അതിനും പുറമെ പിന്നീട് മലക്കുകൾ. സഹീഹുൽ ബുഖാരിയിൽ കാണാം, യതആഖബു ഫീകും മലായികത്തും ബില്ലൈൽ വമലായികത്തും ബിന്നഹാർ യജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്രി വഫീ സ്വലാത്തി സുബ്ഹി വഫീ സ്വലാത്തി സുബ്ഹി. സുബ്ഹിക്ക് കടന്നു വരും ഒരു വിഭാഗം, നിന്നോടൊപ്പം സുബ്ഹിക്ക് ജമാഅത്ത് നിസ്കരിക്കും. പള്ളിയിൽ പോകുന്ന പുരുഷന്മാരെ, നമസ്കാരം നിലനിർത്തുന്ന പെങ്ങളെ, നിങ്ങളുടെ നമസ്കാരങ്ങളും അടയാളപ്പെടുത്തുകയാണ്. സുബഹി കഴിഞ്ഞ മുതൽ അവർ നന്മത്തിനുമൾ രേഖപ്പെടുത്താൻ നിലകൊള്ളും. അസർ നമസ്കാരം വരെ അവർ നിലകൊള്ളും. അസർ നമസ്കാരത്തിന് മറ്റൊരു വിഭാഗം മലക്കുകൾ കടന്നു വരും. രണ്ട് കൂട്ടരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിക്കുന്നവനാകട്ടെ, ജമാഅത്ത് കറക്റ്റായി നിസ്കരിക്കുന്നവരാകട്ടെ, അവരോടൊപ്പം ജമാഅത്തിൽ പങ്കാളികളാകും. നിസ്കാരം കഴിയുമ്പോൾ സുബഹി മുതൽ അസർ വരെ നന്മത്തിന്മകൾ രേഖപ്പെടുത്തിയവർ റെക്കോർഡ് മുഴുവനും അവരുടെ കൈവശം കൊടുക്കും. അസർ മുതൽക്ക് അവർ നന്മത്തിന്മകൾ രേഖപ്പെടുത്താൻ തുടങ്ങും. സുബഹി വരെ. പിന്നീട് അടുത്ത വിഭാഗം വരും. ഇങ്ങനെ മലക്കുകൾ മാറി 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 റൊട്ടേറ്റ് ചെയ്യുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മുമ്പ് വന്ന മലക്കല്ല പിന്നെ വരിക, അടുത്ത ടീമുകളാണ്, വേറെ ടീമുകൾ. വാച്ചർമാർ ഇഷ്ടം പോലെ നിന്നെ നിരീക്ഷിക്കുന്ന ഒരുപാട് വാച്ചർമാർ വരികയാണ്. എന്നിട്ടോ അവർ തിരിച്ചു പോകും. ഹദീസിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ പഠിക്കണം നമ്മൾ, ഈ ഉമ്മത്ത് പഠിക്കണം. തിരിച്ചു പോകും മലക്കുകൾ മുഴുവനും. അവർ കയറിപ്പോകും. സുബഹി കഴിഞ്ഞും അസർ കഴിഞ്ഞും ജോലി കഴിഞ്ഞതാകുന്ന മലക്കുകൾ അവർ തിരിച്ച് അള്ളാഹുവിൻ്റെ തിരുസവിധത്തിലേക്ക് ചെല്ലും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ്, കൈഫ തറക്തും ഇബാദി, എൻ്റെ ദാസന്മാരെ നിങ്ങൾ എങ്ങനെ എത്തിച്ചത്? അവരെങ്ങനെയായിരുന്നു? നിങ്ങൾ അവിടെ ചെന്നപ്പോൾ ഏത് കോലത്തിലായിരുന്നു? അപ്പോൾ പറയും, അത്തൈനാഹും വഹും യുസല്ലൂൻ വതറക്കിനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴും അവർ നിസ്കരിക്കുകയായിരുന്നു. അല്ലാഹ് സുബഹി നിസ്കരിക്കുകയായിരുന്നു. വതറക്കിനാഹും, ഞങ്ങൾ ഇങ്ങോട്ട് അവരെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വരുമ്പോഴും വഹും യുസല്ലൂൻ, അവർ അസർ നിസ്കരിക്കുകയായിരുന്നു എന്ന് മലക്കുകൾ റബ്ബിനോട് പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നിസ്കരിക്കുന്നവനാണെങ്കിലോ കരിക്കാത്തവനാണെങ്കിലോ, പടച്ച റബ്ബേ, സുബഹിയുടെ സമയത്ത് ഞങ്ങൾ നോക്കുമ്പോ TMBയുടെ മുന്നിൽ അവൻ തിയേറ്ററിൽ പോകാൻ വേണ്ടി വാതിക്ക ടിക്കറ്റ് എടുക്കാൻ അവ്വൽ വക്കത്തിൽ തന്നെ അവൻ കാത്തു നിൽക്കുകയായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുമ്പോ അടുത്ത ന്യൂൺ ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് എന്ന് പറയും. അങ്ങനെ പോകുന്നവനോട്, കള്ളിഷാപ്പിൽ പോയി ബിവറേജിന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്നവനോട് അതിനെക്കുറിച്ച് പറയും. വ്യഭിചാരശാലകളിലേക്ക് പോകുന്നവനെ കുറിച്ച് അതിനെക്കുറിച്ച് പറയും. പക്ഷെ മുഅ്മിനായ മനുഷ്യനെ കുറിച്ച് നല്ല ഭാവന വേണമല്ലോ. അതുകൊണ്ട് ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞത്, അങ്ങോട്ട് ചെല്ലുമ്പോഴും അവർ നിസ്കരിക്കും, തിരിച്ചു വരുമ്പോഴും നിസ്കരിക്കുന്നവരാണ്. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ രേഖപ്പെടുത്തിയാൽ രക്ഷപ്പെട്ടില്ലേ? ഇങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എല്ലാ നന്മ തിന്മകളും രേഖപ്പെടുത്തും മലക്കുകൾ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇതൊക്കെ നമ്മുടെ ക്യാമറകളാണ്, രഹസ്യ ക്യാമറകൾ, കിമാറാത്തുൻ ഖഫിയ, ഒളി ക്യാമറകളാണ്. നമ്മൾ അറിയുന്നില്ല ഇത്രയേറെ ക്യാമറകൾ ഉണ്ടായിരുന്നു. നമ്മളറിയാതെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ
നമ്മൾ കള്ളു കുടിക്കുന്നതും വ്യഭിചരിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും ആര് കാണാതെ രഹസ്യമായി ചെയ്യുന്ന എല്ലാ തെറ്റുകളും ഇവരൊക്കെ കണ്ടുകൊണ്ടും വാച്ച് ചെയ്തുകൊണ്ടും രേഖപ്പെടുത്തിക്കൊണ്ടും ഇരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം. നാളുകൾക്ക് തെറ്റ് ചെയ്യുന്നതിൽ ഒരു മടിയുമില്ല. വ്യാജ ജിന്നമ്മമാരും ജിന്നപ്പമാരും അധികരിച്ച കാലഘട്ടമാണ്. കള്ളത്തൊരീക്കത്തുകൾ ഇന്ന് ധാരാളമാണ് നമ്മുടെ കരുനാഗപ്പള്ളിയുടെ മണ്ണിൽ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കള്ളത്തൊരീക്കത്തുകൾ, വ്യാജ ത്വരീക്കത്തുകൾ. യഥാർത്ഥമായ ത്വരീക്കത്തുകളുണ്ട്, യഥാർത്ഥമായ ത്വരീക്കത്തുകളുണ്ട്. ആ ത്വരീക്കത്തുകളെ കുറിച്ചല്ല പറയുന്നത്. കള്ളത്തൊരീക്കത്തുകളും വ്യാജ ത്വരീക്കത്തുകളും ഒരുപാട് കടന്നുകൂടിയിരിക്കുന്നു. ഒരുപാട് ജിന്നമ്മമാർ ഉടലെടുത്തിരിക്കുന്നു. എന്നിട്ട് പറയാണ് എൻ്റെ മേത്ത് ഹാളിറാവും, ഇപ്പൊ കണ്ടോണമെന്ന് പറഞ്ഞിട്ട് ഹാളിറായൊക്കെ കാണിക്കാൻ ഓരോ ആളുകൾ വ്യാജന്മാർ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട്. സാമ്പത്തികമായ തട്ടിപ്പുകൾ, ചൂഷണങ്ങൾ ഇന്ന് സമൂഹത്തിൽ അധികമുണ്ട്. ഒക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ സഹോദരിമാർ നല്ലതുപോലെ ശ്രദ്ധിക്കട്ടെ. സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത് ഇത്തരത്തിലുള്ളതാകുന്ന ആളുകൾക്ക് മുന്നിൽ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തി കളയാനല്ല. ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള ആളുകളുടെ പിന്നിൽ പെട്ടുപോയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിച്ചു പോയവരുണ്ട്. പല മോശപ്പെട്ട മന്ത്രവാദ ചികിത്സ നടത്തിയിട്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ മരണം വരെ ഉണ്ടായ ചരിത്രം നമുക്ക് മുമ്പുണ്ടായിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇവിടെ ഉലമാക്കളുണ്ട്, സാദാത്യങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. മസലകൾ ചോദിച്ചാൽ കൃത്യമായി നമുക്ക് അടയാളപ്പെടുത്തി നൽകുന്നതാകുന്ന ഉലമാക്കൾ ഇവിടെയുണ്ട്. എന്തിനാണ് ഇത്തരത്തിലുള്ളതാകുന്ന വാറോലകളുടെ പിന്നിൽ നിങ്ങൾ പോകുന്നത്? എന്തിനാണ് നിങ്ങളുടെ സമ്പത്ത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് മുന്നിൽ കൊണ്ടുപോയി അടിയറ വെക്കുന്നത്? അല്ലാഹു എന്ന ജഗന്നിയന്താവാകുന്ന പരിപാലകനാകുന്ന പടച്ചറപ്പിനെ നല്ലതുപോലെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വ ചെയ്ത് ജീവിക്കും. നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മ തിന്മകളും അടയാളപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാലാമതായി അടയാളപ്പെടുത്തുന്നത് അവന്റെ സ്ഥലമാണ്. മക്കാനുഹു. നമ്മൾ എന്ത് നന്മ ചെയ്താലും ആ സ്ഥലം നമുക്ക് വേണ്ടി അടയാളപ്പെടുത്തും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു, ഇബ്രാഹിം മനാനി ഉസ്താദ് ഇരിക്കുന്നു, ഷാഹിദ് ഉസ്താദ് ഇരിക്കുന്നു, അസദ് വക്കീൽ ഇരിക്കുന്നു. ഇവരൊക്കെ ഇരിക്കുന്ന ഈ കസേരകൾ, ഈ സ്ഥലങ്ങൾ, ഞാൻ ഇറക്കം ഇരിക്കുന്ന, നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന ഈ സദസ്സിലുള്ളതാകുന്ന ഉലമാക്കൾ, ഉമറാക്കൾ, സഹോദര സഹോദരിമാർ, കടയുടെ തിണ്ണകളിരിക്കുന്നവരുണ്ടാകും, കസേരയിരിക്കുന്നവരുണ്ടാകും, നിൽക്കുന്നവരുണ്ടാകും. നിങ്ങളുടെ ഓരോരുത്തരും ആ നിൽക്കുന്ന സ്ഥലങ്ങളും ഈ ഓരോരോ മണൽത്തരികളും നാളെ അടയാളപ്പെടുത്തപ്പെടും. ഇവിടെ 10,000-കണക്കിന് ആളുകൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയിട്ട് പോയിട്ടുള്ള ഭൂമികയായിരിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല 10 മടങ്ങ് നന്മകൾ രേഖപ്പെടുത്തുക നിങ്ങളെയാണ്. എന്തുകൊണ്ട്? നിങ്ങളിരിക്കുന്നത് ആത്മീയമായ മജ്‌ലിസിലാണ്. ഇരിക്കുന്ന മണിക്കൂറുകൾ, ഇരിക്കുന്ന സെക്കൻഡുകൾ മുഴുവനും അല്ലാഹു അടയാളപ്പെടുത്തും. ഒരു സെക്കൻഡ് പോലും വിട്ടുപോകില്ല. ഒക്കെ പടച്ച തമ്പുരാൻ അടയാളപ്പെടുത്തും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, ഫമാ ബക്കത അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദരീൻ. അവിശ്വാസികളാകുന്ന ആളുകൾ അവർ മരണപ്പെട്ടു പോകുമ്പോൾ ആകാശഭൂമികൾ കരയാറില്ല. മോമിനായ മനുഷ്യൻ മരണപ്പെട്ടു പോകുമ്പോ ലോകം മുഴുവനും കരയും, ആകാശവും ഭൂമിയും കരയും, നിസ്കരിക്കുന്ന സ്ഥലം കരയും, മുസല്ല കരയും. അതുകൊണ്ടല്ലേ 2 റക്അത്ത് നിസ്കരിച്ചു കഴിയുമ്പോൾ നമ്മൾ മുസല്ല മാറ്റി പിടിക്കുന്നത്. നിസ്കരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് മാറി ഇപ്പുറത്തോട്ട് നിൽക്കും വീണ്ടും, അല്ലേ? ഫർദ് നിസ്കരിച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒന്ന് മാറി നിൽക്കും. എന്തിനാണ്? ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് നാളെ സാക്ഷികളാണ്. നീ ചെയ്ത നന്മകൾക്ക് സാക്ഷിയാണ്. നീ തിയേറ്ററിൽ പോയി ഇരുന്നിട്ടുണ്ട് എങ്കിൽ അത് ബാൽക്കണിയിലാണോ ഇരുന്നത്, എവിടെയാണ് ഇരുന്നത്, ആ സീറ്റുകൾ നിനക്കെതിരായിട്ട് നാളെ സാക്ഷിപത്രമാകും. അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നീ ബീവറേജിന്റെ മുന്നിൽ ക്യൂ നിന്നത്, നീ വിചാരശാലകളുടെ മുന്നിൽ പോയി നിന്നത്, നീ നാട്ടിലുള്ളതാകുന്ന പാവങ്ങളെ പറ്റിച്ചിട്ട് പൈങ്കിളി പുസ്തകങ്ങൾ വാങ്ങാൻ കരുനാഗപ്പള്ളിയിലെ ഇന്ന കടയിൽ പോയി ഒളിച്ചിരുന്ന് പുസ്തകം വാങ്ങിയത്. കട ഞാൻ പറയണ്ട, ഇന്ന സ്കൂളിന്റെ ഇന്ന ഭാഗത്തുള്ള ഇന്ന കട, തിരിയുന്നവർക്ക് തിരിഞ്ഞു. ആ കടയിൽ പോയിട്ട് ഇന്ന പുസ്തകം വാങ്ങിയത്, ഇതൊക്കെ അടയാളപ്പെടുത്തപ്പെടും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആ പുസ്തകം രഹസ്യമായി ഇന്ന മുറിയിലിരുന്നു കൊണ്ട് നീ വായിച്ചു തീർത്തത്, ആരും അറിയാതെ രഹസ്യമായി പാതിരാത്രി സമയത്തിൽ മോശപ്പെട്ടതാകുന്ന ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് WWE അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടിരുന്നത്, നിന്റെ വാപ്പയറിയാതെ ഉമ്മയറിയാതെ രഹസ്യമായി അന്യ പെണ്ണുമായിട്ട് പുതപ്പിനടിയിൽ വെച്ചുകൊണ്ട് ചാറ്റ് ചെയ്തത്, പ്രവാസിയാകുന്ന നിന്റെ പ്രിയപ്പെട്ട വാപ്പയെ കളിപ്പിച്ചിട്ട് 50,000-ഉം 25,000-ഉം ഒക്കെ വാപ്പയുടെ സമ്പാദ്യത്തിൽ നിന്ന് നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അന്യ പെണ്ണുമായിട്ട് ചൂതാട്ടത്തിലൂടെ അന്യ പെണ്ണുമായിട്ട് കളിച്ചും രസിച്ചും ഈ കരുനാഗപ്പള്ളിയുടെ മണ്ണിലൂടെ
നീ കളിച്ചും രസിച്ചും ബൈക്കിലൂടെ സഞ്ചരിച്ചത്, അടിച്ചു പൊളിച്ചു തീർത്തത്. ഇങ്ങനെ നിന്റെ ജീവിതത്തിൽ നീ ഏതെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അടയാളപ്പെടുത്തപ്പെടും. എവിടൊക്കെ പോയി, ഏതൊക്കെ സ്ഥലങ്ങൾ, അതെല്ലാം അടയാളപ്പെടുത്തപ്പെടും. ഇപ്പോൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വരുന്നുണ്ടാകും നിങ്ങൾ പണ്ട് ജീവിതത്തിൽ ചെയ്ത തെറ്റുകളൊക്കെ. പണ്ട് നിങ്ങളുടെ ചെറുപ്പകാലഘട്ടങ്ങളിൽ നിങ്ങൾ ചെയ്തതാകുന്ന തെറ്റുകളൊക്കെ ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് തെളിഞ്ഞു വരട്ടെ. ചെറുപ്പത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റുകൾ, ഉമ്മയുടെ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ വാപ്പയുടെ പോക്കറ്റിൽ നിന്ന് ഉമ്മ സൂക്ഷിച്ചു വെച്ചതാകുന്ന തേയിലപ്പാട്ടത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാകുന്ന പൈസയുടെ തുകയുടെ എണ്ണം വരെ ഒരു പക്ഷേ മനസ്സിലുണ്ടാവും. ആ തേയിലപ്പാട്ടത്തിൻ്റെ കളർ വരെ, അതിൻ്റെ ചിത്രം വരെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ മായാതെ മറയാതെ മിന്നുമറയുന്നുണ്ടാകും. നിങ്ങൾ അടിച്ചു മാറ്റിയത്, ഓരോരുത്തരും കൊണ്ടു നടന്നത്, സമ്പാദ്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന തെറ്റുകൾ. നിന്റെ കൂട്ടുകാരൻ, നീ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നീ ഏത് വിരലിനിടയിൽ വെച്ചുകൊണ്ടാണ് സിഗരറ്റ് വലിക്കേണ്ടത് എന്ന് നിന്നെ പഠിപ്പിച്ച നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അതെങ്ങനെ അതിൻ്റെ മുഫ് പുറത്തേക്ക് വിടണം അത് നിന്നെ കൂതാൻ വേണ്ടി പഠിപ്പിച്ചവൻ, അത് റൗണ്ട് ചെയ്ത് വിടേണ്ടത് എങ്ങനെ, അത് മൂക്കിലൂടെ പുറത്തേക്ക് വിടേണ്ടത് എങ്ങനെ, ഇങ്ങനെ വരെ നിനക്ക് ക്ലാസ് തന്ന് നിന്നെ വഴികളിലേക്ക് കൊണ്ടുപോയ കൂട്ടുകാരൻ. ഇതൊക്കെ ഒരുപാടുണ്ട് പറയാൻ. നിന്നെ തെറ്റിലേക്ക് തിരിച്ചുവിട്ട ഒരുപാട് കൂട്ടുകാരുണ്ട്. പക്ഷെ അവരാരും നിനക്ക് രക്ഷ ഉണ്ടാവുകയില്ല ഖബറിലും മഹ്ശറിലും. മനസ്സിലാക്കണം, നീ ഒറ്റയ്ക്ക് അനുഭവിക്കണം ശിക്ഷകൾ മുഴുവനും. അവിടെയാണ് പ്രശ്നം. നിന്നെ ഈ തെറ്റിലേക്ക് വഴിതിരിച്ചു വിട്ടവരൊക്കെ നിന്റെ കൂടെ ഉണ്ടാകുമെങ്കിൽ അൽഹംദുലില്ലാ, പ്രശ്നമില്ല, അനുഭവിക്കാൻ 2 പേരുണ്ടല്ലോ എന്ന് പറയാം. പക്ഷെ ഇവരാരും ഉണ്ടാവൂല. നീ പോയ സ്ഥലങ്ങൾ മുഴുവനും നിനക്ക് അടയാളപ്പെടുത്തപ്പെടും. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഅ്ളാഉഹു, മനുഷ്യ നീ ചെയ്തതാകുന്ന തെറ്റുകൾ മുഴുവനും നിന്റെ കൈയും കാലും ശരീരത്തിൻ്റെ അവയവങ്ങളും അടയാളപ്പെടുത്തും സയ്യിദുനാ റസൂലുള്ളാഹി. 5ാമത്തെ ക്യാമറ അതാണ്. അല്ലാഹു എന്ന ക്യാമറ, റഖീബ് അതീദ് അലൈഹിമുസ്സലാം എന്ന ക്യാമറ. ഈ ക്യാമറകൾക്ക് പുറമെ സുബഹിക്കും അസറിനും അല്ലാഹു സുബ്ഹാനഹു വ തആല റൊട്ടേറ്റ് ചെയ്യുന്നതാകുന്ന മലക്കുകളാകുന്ന വിവിധങ്ങളാകുന്ന ക്യാമറകൾ. അതിനെല്ലാം പുറമെ നീ ചെയ്യുന്നതാകുന്ന നന്മ തിന്മകൾ ചെയ്യുന്ന സ്ഥലങ്ങൾ. നീ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ ആ നന്മ കൊണ്ട് ആ സ്ഥലം സാക്ഷി നിൽക്കും. നീ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ തിന്മ കൊണ്ട് ആ സ്ഥലം സാക്ഷി നിൽക്കും. അല്ലാഹു നിൻ്റെതാകുന്ന അവയവങ്ങൾ മുഴുവനും നിനക്കെതിരായി സാക്ഷി നിൽക്കും. നീ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നീ നാവ് കൊണ്ട് ദിക്ർ ചൊല്ലിയിട്ടുണ്ടോ നിനക്ക് അനുകൂലമായി നാവ് സാക്ഷിയാകും. നീ നാവ് കൊണ്ട് ഫനാ പറഞ്ഞവനാണോ നിനക്ക് പ്രതികൂലമായി സാക്ഷിയാകും. ഇതൊക്കെ അറിയുക മരണത്തോടുകൂടിയാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മരണത്തോടുകൂടി ഇതൊക്കെ അറിയും. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, മാ അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരു മനുഷ്യനെ കൊണ്ടുവന്ന ഖബറിലേക്ക് വെച്ചാൽ ആദ്യമായവൻ ഖബറിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നമേതാണ്? ആദ്യമായി ഒരു മനുഷ്യന് ഖബറിൽ കണ്ടുമുട്ടുന്ന കാര്യം എന്താണ്? ഈ ഒറ്റ ഹദീസ് ഓതിയിട്ട് നമ്മൾ നിർത്താൻ ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, മാ സഅലനി അൻഹു ഇല്ലാ അൻത യബ്ന മസ്ഊദ്. ഇബ്നു മസ്ഊദേ, നീയല്ലാതെ എന്നോട് ഇന്ന് വരെ ഒരാൾ പോലും ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. ഇബ്നു മസ്ഊദേ, ആദ്യമായി എന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത്, ഖബറിൽ ആദ്യമായിട്ട് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ പറ്റി എന്നോട് ആദ്യമായി ചോദിക്കുന്നത് നീയാണ് ഇബ്നു മസ്ഊദേ. അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു മലക്കുൻ ഇസ്മുഹു റൗമാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ആദ്യമായി ഒരു മനുഷ്യനെ കൊണ്ടുപോയ ഖബറിലേക്ക് വെച്ചാൽ ഖബറിൽ ആദ്യമായി അവനെ കാണുന്നത് റൗമാൻ എന്ന മലക്കിനെയാണ്. ഖബർ തുറന്നുകൊണ്ട് കടന്നു വരുകയാണ്. ആ മലക്ക് വന്നുകൊണ്ട് അവനെ വിളിച്ചുണർത്തിയിട്ട് അവനോട് പറയുകയാണ്, യാ അബ്ദല്ലാഹ് ഉക്തുബ് അമലക.
അല്ലയോ അള്ളാഹുവിന്റെ അടിമയെ, നീ നിന്റെ സർവ്വ അമലുകളും നീ ഒന്ന് രേഖപ്പെടുത്തണേ. അപ്പോഴാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതാകുന്ന നന്മകൾ ഏതാണ്, തിന്മകൾ ഏതാണ്, ഏതാണ് നന്മ, ഏതാണ് തിന്മ. ഇന്നത്തെ ഒരു ദിവസം പ്രഭാതം മുതൽക്ക് പ്രദോഷം വരെ നിങ്ങൾ ചെയ്ത നന്മകൾ ഒന്ന് രേഖപ്പെടുത്താൻ പറഞ്ഞാൽ എത്ര പേർക്ക് കൃത്യമായി ഓർമ്മയുണ്ടാവും? ഇന്ന് നേരം വെളുത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ ചെയ്ത നിങ്ങളുടെ അനക്കമടക്കം മുഴുവനും ഒന്ന് എഴുതാൻ പറഞ്ഞാൽ എത്ര പേർക്ക് സാധിക്കും? ചിലർക്ക് സാധിക്കും, ചിലർക്ക് സാധിക്കൂല.